ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആരാധനാ വർഷത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയായി നാം കൊണ്ടാടുന്നു. ഇന്ന് നാം വായിച്ചു കേട്ടതായ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 26-ാം വാക്യം മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വേദഭാഗമാണ്. ഗബ്രിയേൽ മാലാഹ കന്യകയുടെ അടുക്കൽ വന്ന്, ഗർഭം നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്നു. സ്വാഭാവികമാണ്. എങ്കിലും അവൾ ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. തുടർന്നുള്ള അവളുടെ സംഭാഷണത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ 3 കാര്യങ്ങളാണ് നാം കന്യക മറിയാമിൽ കാണുന്നത്. അവൾ നല്ല ഒരു ശ്രവണശക്തിയുള്ള ആൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. എന്ത് പറഞ്ഞാലും അത് അവൾ ഗ്രഹിച്ചിരുന്നു, മനസ്സിൽ സംഗ്രഹിച്ചിരുന്നു. അവൾ നല്ല ഒരു നിരീക്ഷക ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. 3-ാമത്തേത്, അവൾ പരിപൂർണമായി സമർപ്പണ ബോധമുള്ളവളായിരുന്നു, താഴ്മയുള്ളവളായിരുന്നു, കൃപ നിറഞ്ഞവൾ ആയിരുന്നു. സ്വർഗം ഭൂമിക്ക് നൽകുന്ന ഏറ്റവും നല്ല ഒരു സുവാർത്തയാണ് ഇന്നത്തെ ഈ വേദഭാഗം. വിജയം ഈ വചനത്തിലൂടെ നമുക്ക് ലോകത്തിലേക്ക് കടന്നു വന്നതായി കാണുവാൻ സാധിക്കും. അധർമ്മത്തെ ജയിക്കുവാൻ, പാപികളായി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥത യാചിക്കുന്നവനായി ഒരു മകൻ ജനിക്കുന്നതിനുള്ള സന്ദർഭം. അവൾ നല്ല ഒരു ശ്രവണശക്തി ഉള്ളവൾ ആയിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൾ ശ്രദ്ധിച്ചു കേട്ടു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അവൾ ജീവിച്ചിരുന്ന ആ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു കന്യക ഗർഭം ധരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കാലമാണ് എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അവൾ നല്ല ഒരു നിരീക്ഷക ആയിരുന്നതിനാൽ അവൾ യാഥാർത്ഥ്യത്തെ അറിയുവാൻ ആഗ്രഹിച്ചതായി നമുക്ക് ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അവൾ മാലാഖയോട് ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. അതിന് മാലാഖ പറയുന്ന മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിക്കും. അവൾ വിശ്വസിച്ചു. കാരണം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ മറിയം ദൈവത്തെ തിരിച്ചറിഞ്ഞവളായിരുന്നു. ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിച്ചവളായിരുന്നു. നിർമ്മലയായ കന്യക ഉറച്ച വിശ്വാസമുള്ളവളായിരുന്നു. ആ വിശ്വാസം, ആ നിർമ്മലത അവളെ ദൈവമാതാവായിട്ട് തിരഞ്ഞെടുത്തു. അവൾ പരിപൂർണ സമർപ്പണ ബോധമുള്ളവളായിരുന്നതിനാൽ അവൾ മാലാഖയോട് പറയുന്നതാണ് നമ്മെ ഓരോരുത്തരെയും അതിശയിപ്പിക്കുന്നത്. ഇതാ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവളുടെ മറ്റ് ഗുണങ്ങൾ നമുക്ക് നോക്കാം. സൗമ്യതയുള്ളവളായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 28 മുതൽ 38 വരെയുള്ള ഭാഗത്ത് ഇത് കാണുന്നു. ഭയഭക്തി ഉള്ളവളായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാം. യോജിപ്പ്, അനുരഞ്ജനമുള്ളവളായിരുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-3. കാനാവിലെ കല്യാണത്തിന് അവളുടെ ദൗത്യം സഹാനുഭൂതിയുള്ളവൾ ആയിരുന്നു. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 5 നാം ഇവിടെ ഇതേ കാണുന്നു. അവൾ ദൈവത്തെ ആരാധിച്ചു ജീവിക്കുന്നവൾ ആയിരുന്നു. അവളുടെ ചെറുപ്പകാലം നമുക്ക് ഏവർക്കും അറിയാം. വെറും 3 വയസ്സ് മാത്രമുള്ളപ്പോൾ ദേവാലയത്തിൽ എത്തിയവളാണ് അവൾ. മാതാപിതാക്കൾ അവളെ ദേവാലയത്തിന് സമർപ്പിച്ചു എന്ന് നമുക്ക് എവർക്കും അവളുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. അവൾ താഴ്മയുള്ളവളായിരുന്നു. അവൾ
ഒരിക്കലും അഹങ്കരിച്ചതായി നമുക്ക് അവളുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. അവൾ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ലായിരുന്നു. അവൾ ദൈവത്തെ അനുസരിച്ചു ജീവിച്ചവളായിരുന്നു എന്ന് നമുക്ക് അവളുടെ ജീവചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും മനസ്സിൽ സംഭരിച്ചു വയ്ക്കുന്നവളായിരുന്നു. അവൾ ദൈവത്തെ വഹിച്ചവൾ ആയിരുന്നു. അവൾ ദൈവത്തെ കണ്ടവൾ ആയിരുന്നു. അവൾ ദൈവപ്രസവത്രിയായിരുന്നു. നമുക്ക് കന്യകമറിയാം ഒരു മാതൃകയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവളെപ്പോലെ താഴ്മയോടുകൂടി അനുസരണമുള്ളവളായി ദൈവത്തെ എപ്പോഴും ആരാധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാകുവാനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കത്തക്കവണ്ണം ബാക്കി ജീവിതം ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.